ഹായ് ഗായ്സ്, +1 റിസൾട്ട് വന്നു. ഒരുപാട് പേര് റിസൾട്ട് വന്നപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടാവും. എന്നാൽ അതിലും ഏറെ പേര് സത്യത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അതായത് +1 അവർ അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെയോ മിസ്റ്റേക്സ് സംഭവിച്ച് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വിചാരിച്ച മാർക്കിലേക്ക് എക്സ്പെക്ട് ചെയ്ത മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ആകെ സ്വയം ബ്ലെയിം ചെയ്തിട്ടിരിക്കുന്നവരുണ്ടാവും. അവരോട് എനിക്ക് ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസാണ് ഷെയർ ചെയ്യാൻ പോകുന്ന മക്കളെ. ഡോണ്ട് വറി, നിങ്ങളുടെ +1 മാർക്ക് എത്രയൊക്കെ തന്നെ ആയാലും നിങ്ങൾക്ക് അവിടെ നിന്നൊരു കംബാക്കിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം +1ഉം +2 കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ +2 ഗ്രേഡ് തീരുമാനിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അറിയുന്നവരുണ്ടാവും. നിങ്ങൾ +1ൽ തോറ്റിട്ടില്ല. ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറയല്ല. നിങ്ങൾ +1ൽ എന്ത് ചെയ്തില്ല? തോറ്റിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി ഗവൺമെന്റിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഇല്ല. പിന്നെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ തോൽവി എന്ന് പറയുന്ന പരിപാടി? കുട്ടികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇങ്ങനെയാണ് +1 +2 എന്ന് എഴുതിയാൽ ഓവറോൾ ഇതൊരു +2 വിദ്യാർത്ഥിയുടെ റിസൾട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വന്ന റിസൾട്ട് ഇങ്ങനെയല്ലേ? നിങ്ങൾക്ക് വന്ന റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതാ ഇങ്ങനെ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. നിങ്ങൾക്ക് റിസൾട്ട് കണ്ടതല്ലേ? നിങ്ങളത് ഇങ്ങനെയാണ്. എന്നാൽ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിൻ്റെ ഇങ്ങനെയാണ്. ഇതിലാണ് EHS, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് പാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇനി ഇൻ കേസ് പാസ്സായില്ലെങ്കിൽ NHS എന്നുണ്ടാവും, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഇത് എവിടെയാടാ +1ൻ്റെ മുകളിൽ? ഇതാണ് പ്രൂഫ്. എടാ +1ൽ ഇങ്ങനത്തെ ഒരു വേർഡ് എവിടെയില്ല. നിങ്ങൾ എലിജിബിൾ ആണെന്നുമില്ല. മറ്റൊരു കാര്യം കാണിച്ചു തരട്ടെ. +2ൽ നിങ്ങൾക്ക് എന്തുള്ളൂ? അവിടെ ടോട്ടൽ മാർക്കിലൂടെ ഗ്രേഡ് ഉള്ളൂ. A+ ആണെങ്കിൽ A+, B ആണെങ്കിൽ B, D ആണെങ്കിൽ D എന്നുണ്ടാവും. നിങ്ങൾ +1ൽ എവിടെയാ ഗ്രേഡ്? എവിടെ? നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ലേ അല്ലേ? എടാ, +1ലെ മാർക്കും +2ലെ മാർക്കും കമ്പൈൻ ചെയ്തിട്ട് അടുത്ത വർഷം നിങ്ങൾ +2 എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വരില്ലേ? അതിൻ്റെ മുമ്പ് +1ൻ്റെ നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടും വരും. നിങ്ങൾ എഴുതാൻ പോകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും വരും. അതടക്കമുള്ള ടോട്ടൽ 200ൽ എത്ര മാർക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് ഗ്രേഡും പാസും വരുന്നത്. ഓക്കെ, അതിൽ 180 അതിൻ്റെ മുകളിലോ ഉണ്ടെങ്കിൽ A+. ഓക്കെ, അതിൽ D എന്ന് പറഞ്ഞ ഗ്രേഡിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ പാസ്. D എന്ന് പറഞ്ഞ ഗ്രേഡോ E എന്ന് പറഞ്ഞ ഗ്രേഡാണ് നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഫെയിലായി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊക്കെയാണ് കൺസെപ്റ്റ്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയോ? മനസ്സിലായോ? സന്തോഷിച്ചോ? +1ൽ നിങ്ങൾക്ക് തോൽവിയുമില്ല, ഗ്രേഡും ഇല്ല, ഒരു മാങ്ങാത്തോലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതേപോലെ നിങ്ങൾ +2ൻ്റെ കൂടെ കൂട്ടി ടോട്ടലാണ്. അപ്പോൾ അവിടെ ഇനി നിങ്ങളോട് പറയാനുള്ളത്, +1 നിങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് സ്കോപ്പ് ഉണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ്? +2ൻ്റെ കൂടെയാണ്. ഇപ്പോഴില്ല. +2 അടുത്ത വർഷം മാർച്ച് +2ൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യം നിങ്ങൾ +2 എക്സാം എഴുതുന്നു, അടുത്ത വീക്ക് തന്നെ +1 എക്സാം എഴുതുന്നു. ഇത്തവണ നിങ്ങൾ സീനിയേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ആയിരിക്കും. അപ്പോൾ അന്നത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വരെ ഇമ്പ്രൂവ് ചെയ്യാം. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത വർഷമാണ് എക്സാം. സോ ബി ഹാപ്പി. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ കേട്ടോ. ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത്, ഇപ്പോഴും പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ഒന്ന് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവർക്കൊരു ആശ്വാസം വരാണ്ട് അവരോട് മുഴുവൻ കാണാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ +2ൻ്റെ എക്സാമിന് നിങ്ങൾക്ക് എഴുതി വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ലാബിൻ്റെ മാർക്കും വരും. ആ ലാബിൻ്റെ മാർക്ക് കൂടി ഇതിലുണ്ട് കേട്ടോ. ലാബിനൊക്കെ 40 മാർക്കുണ്ട്. അപ്പോൾ അതടക്കമാണ് ആ 200. അപ്പോൾ ആ 40ഒക്കെ ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ എക്സാം ഉള്ളൂ. അപ്പോൾ ബി ഹാപ്പി, പേടിക്കേണ്ട. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ തളരണ്ട. നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റീവാലുവേഷൻ പറ്റും. പക്ഷേ റീവാലുവേഷൻ ഡബിൾ വാലുവേഷൻ ഉള്ളത് പറ്റില്ല എന്നാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഡബിൾ വാലുവേഷൻ ഉള്ളതുകൊണ്ട് അവിടെ റീവാലുവേഷന് പോസിബിലിറ്റി ഇല്ല. ബാക്കി സബ്ജക്റ്റ് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം, സ്ക്രൂട്ടിനിക്കൊക്കെ കൊടുക്കാം. സോ ബി ഹാപ്പി. ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഇനിയും കിടപ്പുണ്ട്. സോ മാക്സിമം നിങ്ങൾ തയ്യാറെടുത്ത് പഠിക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.